നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. കേരളത്തിലെ എല്ലാവർക്കും വീടും ഭൂമിയും ഉറപ്പാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പുനർസജ്ജീകരിച്ച ശക്തൻ തമ്പുരാൻ കൊട്ടാരം പുരാവസ്തു മ്യൂസിയം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. CPM ഒല്ലൂർ ഏരിയ സമ്മേളനത്തിന് മരോട്ടിച്ചാലിൽ തുടക്കമായി. വടക്കാഞ്ചേരി പാർലിക്കാട് 23ാമത് പരമതത്വ സമീക്ഷാ സത്രത്തിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. കേരളത്തിലെ എല്ലാവർക്കും ഭൂമിയും എല്ലാവർക്കും വീടും ഉറപ്പാക്കുമെന്ന് മന്ത്രി കെ രാജൻ. ഈ ലക്ഷ്യത്തോടെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. തലപ്പിള്ളി താലൂക്ക് തല കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഭൂമിയുടെ രേഖ നൽകുന്നതിനായി പട്ടയ അദാലത്തുകൾ സംഘടിപ്പിച്ച് പട്ടയ മിഷൻ എന്ന ആശയം ഉയർത്തിപ്പിടിച്ച് വർഷങ്ങളായി നിയമക്കുരുക്കിൽ കിടന്ന പല പ്രശ്നങ്ങളും പരിഹരിച്ചു. 3.54 ലക്ഷത്തോളം പേരെ ഭൂമിയുടെ ഉടമകളാക്കുക, ഇതാണ് ലക്ഷ്യം. കേരളത്തിലെ മന്ത്രിമാർ നേതൃത്വം നൽകുന്ന താലൂക്ക് തല അദാലത്തുകളിലൂടെയും വനം വകുപ്പിന്റെയും തീരദേശത്തിന്റെയും മന്ത്രിമാർ നടത്തിയ തദ്ദേശ അദാലത്തുകളിലൂടെയും പ്രശ്നങ്ങൾ കുരുക്കഴിച്ച് താഴത്തേക്ക് പോവുക എന്ന പ്രവർത്തനം ശ്രദ്ധയോടെ നടത്തുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ വികസനത്തിനായി 4 മിഷനുകൾ അവതരിപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ആരോഗ്യ സുരക്ഷയ്ക്കായി ആർദ്രം, ഭവനരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിന് ലൈഫ് മിഷൻ, മാലിന്യമുക്ത കേരളം സാക്ഷാത്കരിക്കുന്നതിന് ഹരിത കേരളം എന്നിവയാണ് മിഷനുകൾ. 4 മിഷനുകളിൽ കേന്ദ്രീകരിച്ച് മുന്നോട്ടു പോകുമ്പോൾ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്താൻ ഒരു വീഴ്ചയും ഉണ്ടാകാതെ സംവിധാനത്തെ ക്രമപ്പെടുത്തി കൊണ്ടുപോവുകയാണ് പ്രധാന ലക്ഷ്യം. കരുതലും കൈത്താങ്ങും അദാലത്തുകളിലൂടെ നാടിന്റെ വികസനവും ക്ഷേമവും മുൻനിർത്തി സർവതല സ്പർശിയായ ഇടപെടലുകൾ നടത്തി മുന്നോട്ടു പോകുന്നുവെന്ന് ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവേഴ്സ് ഫൊറോന ചർച്ച് പാരിഷ് ഹാളിൽ കരുതലും കൈത്താങ്ങും അദാലത്തിന്റെ വേദിയിൽ 21 റേഷൻ കാർഡുകളും 10 പട്ടയങ്ങളും മന്ത്രിമാർ വിതരണം ചെയ്തു. MLA സേവർ ചിറ്റിലപ്പള്ളി അധ്യക്ഷനായി. MLAമാരായ AC മൊയ്തീൻ, UR പ്രദീപ്, വടക്കാഞ്ചേരി നഗരസഭാ അധ്യക്ഷൻ PN സുരേന്ദ്രൻ, കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ അടലരസൻ, സബ് കളക്ടർ അഖിൽ വി മേനോൻ, തൃശൂർ DFO രവികുമാർ മീണ, ഡെപ്യൂട്ടി കളക്ടർ MC ജ്യോതി, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, ആ ലക്ഷ്യപൂർത്തീകരണത്തിലേക്കാണ് വളരെ ശ്രദ്ധയോടെ ഗവൺമെന്റ് അടിസ്ഥാനപരമായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതോടൊപ്പം തന്നെ ഇന്നുവരെ കേരളം കണ്ടിട്ടില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് കൂടി കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തിലൂടെ നാം കടന്നു പോകുന്നത്. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട് എന്നത് ഈ ഗവൺമെന്റിന്റെ പ്രഖ്യാപിതമായ ലക്ഷ്യമാണ്. കേരളത്തിൽ കഴിഞ്ഞ 8.5 വർഷക്കാലത്തിനിടയിൽ 3.25 ലക്ഷത്തോളം വീടില്ലാത്ത, ഭൂമിയില്ലാത്ത മനുഷ്യരെ ഭൂമിയുടെ അവകാശികളാക്കുകയും 4,54,000 വീടുകൾ നിർമ്മിച്ചുകൊണ്ട് കൂരയ്ക്ക് താഴെ മനുഷ്യന്റെ ചിന്തകളെ കൊണ്ടുപോവുക എന്ന വലിയ നിലപാടെടുക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഭൂമിയും എല്ലാവർക്കും വീടും ഉറപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായ പങ്ക് ഗവൺമെന്റ് വഹിക്കുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അതിന്റെ ഭാഗമാണ് അസാധ്യം എന്ന് നമുക്ക് തോന്നിയിരുന്ന ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉതകും വിധം ഭൂമിയുടെ തലപ്പിള്ളി താലൂക്ക് തല കരുതലും കൈത്താങ്ങും അദാലത്തിൽ 10 പട്ടയങ്ങൾ കൈമാറി. പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്തിന്റെ ഭാഗമായി തലപ്പിള്ളി താലൂക്കിൽ 10 പട്ടയങ്ങൾ കൈമാറി. വരവൂർ ഓറോമാരിയിൽ സുബ്രഹ്മണ്യൻ മകൾ സ്വപ്ന, പഴയന്നൂർ കുറുപ്പത്ത് ശിവദാസൻ ഭാര്യ സുമതി, വരവൂർ വലിയ കിഴക്കൂട്ട് സേതുമാധവൻ ഭാര്യ സിന്ധു, കോട്ടപ്പുറം വേലായുധൻ മകൻ അനിൽകുമാർ, ചേലക്കോട് മുല്ലക്കൽ ഉണ്ണികൃഷ്ണൻ മകൻ MU സൂരജ് കുമാർ, വെങ്ങാനല്ലൂർ ചേനോത്ത് രാജകുമാർ ഭാര്യ വിജയലക്ഷ്മി, വെങ്ങാനല്ലൂർ കോളഞ്ചേരിത്തൊടി അയ്യപ്പൻ ഭാര്യ ജാനകി, ആറ്റൂർ തെക്കേപുരയ്ക്കൽ ജാനകി മകൻ മണികണ്ഠൻ, തെക്കുംകര ചീരമ്പൻ ശൗരിയാർ ഔസേബ്, മണലിത്തറ ശ്രീധരൻ ആൻഡ് വിലാസിനി എന്നിവരാണ്
റവന്യൂ മന്ത്രി കെ രാജൻ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു എന്നിവരിൽ നിന്ന് പട്ടയങ്ങൾ സ്വീകരിച്ചത്. ഇതിൽ ഒരെണ്ണം LA പട്ടയവും ബാക്കിയുള്ളവ LT പട്ടയങ്ങളുമാണ്. കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം. കേന്ദ്ര സർക്കാരിന്റെ PM ഉഷ പദ്ധതി വഴി 405 കോടി രൂപയുടെ സഹായം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് ലഭിച്ചതായി മന്ത്രി ആർ ബിന്ദു. അംഗീകാരം വിലമതിക്കാനാകാത്തതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തൃശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് അംഗീകാര വിവരം അറിയിച്ചത്. ഉന്നത വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ട് സമഗ്രമായ ധനസഹായ പാക്കേജാണ് PM ഉഷ പദ്ധതിയിലൂടെ സംസ്ഥാനത്തേക്ക് ലഭിച്ചത്. കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ന 3 സർവകലാശാലകൾക്ക് 100 കോടി രൂപ വീതം ലഭിക്കും. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്ക് 20 കോടി, 5 കോടി രൂപ വീതം സംസ്ഥാനത്തെ വിവിധ യൂണിവേഴ്സിറ്റികൾക്ക് കീഴിലുള്ള 15 കോളേജുകൾക്കും ലഭിക്കും. പാലക്കാട്, തൃശൂർ, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ മേഖലയ്ക്കും 10 കോടി ലഭിക്കും. അധികാരം ലഭ്യമായതിൽ അഭിമാനമാണെന്ന് മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല മികവിന്റെ പാതയിലാണെന്ന് വാർത്താസമ്മേളനത്തിൽ മന്ത്രി അറിയിച്ചു. കൂട്ടി മുന്നോട്ട് പോകുന്ന നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആ മികവുകളെ അടിസ്ഥാനപ്പെടുത്തി PM ഉഷ പദ്ധതിയുടെ സമഗ്ര ധനസഹായ പാക്കേജിന്റെ ഭാഗമായി വലിയ രീതിയിലുള്ള അംഗീകാരമാണ് ലഭിച്ചിട്ടുള്ളത്. 3 സർവകലാശാലകൾക്ക് 100 കോടി രൂപ വീതം, ആകെ 405 കോടി രൂപ കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് PM ഉഷ പദ്ധതിയുടെ ഭാഗമായി നേടിയിരിക്കുകയാണ്. മുൻ വർഷത്തേക്കാൾ വളരെ കൂടുതലായിട്ടുള്ള ഒരു തുകയാണിത്. മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റി എന്ന വിഭാഗത്തിൽ 3 സർവകലാശാലകൾക്ക് 100 കോടി രൂപ വീതമാണ് ലഭിച്ചിട്ടുള്ളത്. കേരള സർവകലാശാല, കാലിക്കറ്റ് സർവകലാശാല, കണ്ണൂർ സർവകലാശാല എന്നിവയ്ക്കാണ് ഇപ്രകാരം 100 കോടി രൂപ ലഭിക്കുക. ഉന്നത വിദ്യാഭ്യാസ കുതിപ്പിൽ കൂടുതൽ പിന്തുണ അർഹിക്കുന്ന മലബാറിന് പ്രത്യേക പരിഗണന നൽകുക എന്ന നയത്തിന്റെ ഭാഗമായിട്ടാണ് കാലിക്കറ്റ്, കണ്ണൂർ സർവകലാശാലകൾക്ക് ഇപ്പോൾ ഇത്രയും വലിയ തുക ലഭ്യമായിട്ടുള്ളത്. കേരള, കാലിക്കറ്റ്, കണ്ണൂർ എന്നീ സർവകലാശാലകൾക്കാണ് 100 കോടി രൂപയുടെ പാക്കേജ് ലഭ്യമാകുന്നത്. ഗ്രാൻഡ്സ് ടു സ്ട്രെങ്തൻ യൂണിവേഴ്സിറ്റീസ് എന്ന വിഭാഗത്തിൽ MG യൂണിവേഴ്സിറ്റിക്ക് 20 കോടി രൂപ ലഭിക്കും. ഗ്രാൻഡ്സ് ടു സ്ട്രെങ്തൻ കോളേജസ് എന്ന വിഭാഗത്തിൽ 11 കോളേജുകൾക്ക് 5 കോടി രൂപ വീതം ലഭിക്കും. ജെൻഡർ ഇൻക്ലൂഷൻ ആൻഡ് ഈക്വിറ്റി വിഭാഗത്തിൽ വയനാട്, പാലക്കാട്, തൃശൂർ ജില്ലകൾക്ക് 10 കോടി രൂപ വീതം ലഭിക്കും. മൊത്തം ഫണ്ടിംഗ് തുകയുടെ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരുമാണ് വഹിക്കുക. പുനഃസജ്ജീകരിച്ച ശക്തൻ തമ്പുരാൻ കൊട്ടാരം പുരാവസ്തു മ്യൂസിയം ഉദ്ഘാടനം കേന്ദ്രമന്ത്രി നിർവഹിച്ചു. പുരാവസ്തു പുരാരേഖ മ്യൂസിയം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി. P. ബാലചന്ദ്രൻ MLA, മേയർ MK വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് എന്നിവർ മുഖ്യാതിഥികളായി. കേരള മ്യൂസിയം എക്സിക്യൂട്ടീവ് ഡയറക്ടർ R. ചന്ദ്രൻപിള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുരാവസ്തു പുരാരേഖ മ്യൂസിയം ആരോഗ്യ ആയുഷ് വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ നാംദേവ് ഗോബ്രഗഡെ, ഡെപ്യൂട്ടി മേയർ ML റോസി, കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ഡിവിഷൻ കൌൺസിലർ റെജി ജോയ്, സാംസ്കാരിക ഡയറക്ടർ പുരാവസ്തു വകുപ്പ് ദിനേശൻ എന്നിവർ സംബന്ധിച്ചു. പുരാതത്വ പഠനങ്ങൾക്കു വേണ്ടി കൊച്ചി രാജ്യത്ത് 1 നൂറ്റാണ്ട് മുൻപ് സ്ഥാപിക്കപ്പെട്ട കൊച്ചിൻ ആർക്കിയോളജി വകുപ്പിന്റെ നേതൃത്വത്തിൽ 1938 തൃശൂർ ടൗൺ ഹാളിൽ സ്ഥാപിതമായ ശ്രീമൂലം ചിത്രശാലയാണ് തൃശൂർ പുരാവസ്തു മ്യൂസിയമായി വികസിപ്പിച്ചത്. കൊല്ലങ്കോട് ഹൌസിലേക്ക് മാറ്റിയ മ്യൂസിയം കേരളത്തിന്റെ പുരാതത്വ ചരിത്രം വരച്ചുകാട്ടുന്ന അപൂർവ പുരാവസ്തുക്കൾ കൂടി ഉൾപ്പെടുത്തി 2005 ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിൽ പുനഃസജ്ജീകരിച്ചു. മാറിവരുന്ന മ്യൂസിയം സങ്കല്പങ്ങൾക്കനുസൃതമായി ചരിത്രാതീത കാലം മുതൽ ഐക്യ കേരളത്തിന്റെ രൂപീകരണ ഘട്ടം വരെയുള്ള പ്രദർശന വസ്തുക്കൾ ഉൾപ്പെടുത്തി നിലവിൽ മ്യൂസിയം നവീകരിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായത്തോടെ ആധുനിക രീതിയിൽ പുനഃസജ്ജീകരിച്ച ശക്തൻ തമ്പുരാൻ കൊട്ടാരം പുരാവസ്തു മ്യൂസിയത്തിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. CPIM ഒല്ലൂർ ഏരിയ സമ്മേളനത്തിന് മരോട്ടിച്ചാലിൽ തുടക്കമായി.
മരോട്ടിച്ചാൽ പ്രതിനിധി സമ്മേളന നഗറിൽ മുതിർന്ന അംഗം കോനിക്കര പ്രഭാകരൻ പതാക ഉയർത്തി. ജില്ലാ സെക്രട്ടറി എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ രാമചന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ എൻ രാജേഷ്, സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PK ഷാജൻ, PK ചന്ദ്രശേഖരൻ, KV നഫീസ എന്നിവർ സംസാരിച്ചു. NN ദിവാകരൻ, KV സജു, KS റോസൽ രാജ്, ഷീല മനോഹരൻ എന്നിവർ സമ്മേളനം നിയന്ത്രിച്ചു. 8 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി ഏരിയ കമ്മിറ്റി അംഗങ്ങളടക്കം 149 പ്രതിനിധികൾ പങ്കെടുത്തു. പൊതുചർച്ച, മറുപടി, ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരണം, ഏരിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് എന്നിവയും നടക്കും. തിങ്കളാഴ്ച വൈകിട്ട് 3:30 ചെറുകുന്നിൽ നിന്ന് ചുവപ്പ് സേന മാർച്ചും ബഹുജന മാർച്ചും ആരംഭിക്കും. പൊതുസമ്മേളനം വെട്ടുകാട് സെന്ററിൽ നടത്തും. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി സംഗീത സായാഹ്നം ഉണ്ടായിരിക്കും. ഉയർന്ന വേദിയാണ് പാർട്ടി. നമ്മുടെ പാർട്ടിയുടെ നിയമാവലി അനുസരിച്ച് 3 വർഷത്തിലൊരിക്കലും പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. എല്ലാ സമയത്തും പ്രായസ്ഥാനം മുതൽ പാർട്ടി കോൺഗ്രസ് വരെയുള്ള സംസ്ഥാന സമ്മേളനങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ തലങ്ങളിലുള്ള സമ്മേളനങ്ങളാകെ 3 വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത്. പാർട്ടി കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആ കോൺഗ്രസ് ഏറ്റെടുക്കേണ്ട പ്രധാനപ്പെട്ട ഏതാനും രാഷ്ട്രീയ ചുമതല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ അടവ് സമർപ്പ നിലപാട് രൂപം കൊടുക്കുക എന്നതാണ്. CPMന്റെ അടവ് നിലപാട് എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രമേയം. ആ രാഷ്ട്രീയ പ്രമേയത്തിന് രൂപം കൊടുക്കുക. നമ്മെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രമേയം ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ രേഖ. വളരെ ലളിതമായി പറഞ്ഞാൽ വരുന്ന 3 വർഷക്കാലം, അതായത് അടുത്ത പാർട്ടി കോൺഗ്രസ് വരെയുള്ള കാര്യം ദേശീയ രാഷ്ട്രീയ രംഗത്ത് ഏത് ദിശയിലാണ് CPM ഇടപെടലുകൾ പ്രവർത്തിക്കുന്നത്, ആ ദിശ തീരുമാനിക്കുക എന്നതാണ്. അതാണ് പാർട്ടിയുടെ അടവ് സംബന്ധമായുള്ള നിലപാട്. ദേശീയ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ഭാഗമായുള്ള 100 ദിന തീവ്ര ബോധവൽക്കരണ ക്യാമ്പയിനിന്റെ ജില്ലാതല ഉദ്ഘാടനം തൃശൂരിൽ നടന്നു. തൃശൂർ ടൗൺ ഹാളിൽ നടന്ന ബോധവൽക്കരണ ക്യാമ്പയിൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. DMO TP ശ്രീദേവി, ജില്ലാ TB ഓഫീസർ ഡോക്ടർ അജയ് രാജൻ, ഡോക്ടർ സജീവ് കുമാർ, ഡോക്ടർ രേഖ ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു. ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി.
35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. നിർധനയും നിരാലംബിയുമായി വയോധികയുടെ സ്വന്തമായ 2 സെന്റ് ഭൂമി രാത്രി 2:30 ഇടിച്ചു നിരത്തിയവർക്കെതിരെ ക്രിമിനൽ നടപടി നിയമമനുസരിച്ച് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കുട്ടനല്ലൂരിൽ നിരാഹാരം നടത്തുന്ന ഭൂ ഉടമയായ സ്ത്രീക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജില്ലാ പൗരാവകാശ വേദി പ്രതിഷേധ സംഗമം നടത്തി. സ്വന്തം ഭൂമിയിൽ പായസം വിറ്റ് ജീവിക്കുന്നവരുടെ പ്രവൃത്തി പരിസരത്തെ ചില വ്യാപാരികളുടെ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നുവെന്നാരോപിച്ച് പലവട്ടം കച്ചവടം നിർത്തിപ്പോകാൻ ഭീഷണിപ്പെടുത്തിയിട്ടും അനുസരിക്കാതെ വന്നതോടെ രാത്രി 2:30 മണിക്ക് JCB ഉപയോഗിച്ച് കടയും ഭൂമിയും ഇടിച്ചു നിരത്തി. പോലീസിൽ പരാതി നൽകിയിട്ടും കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ഭൂ ഉടമയായ വയോധിക മരണം വരെ നിരാഹാര സമരം ആരംഭിച്ചു. പോലീസ് കേസ് ചാർജ് ചെയ്ത് കുറ്റവാളികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് ചെയർമാൻ ദാസൻ കാട്ടുങ്ങൽ പറഞ്ഞു. സലീം ഇന്ത്യ, ജയരാജ് പാങ്ങിൽ, ഷാജഹാൻ, PK ബിന്ദു, അശോകൻ എന്നിവരും സംസാരിച്ചു. പായസത്തിന് മാക്സിമം 10 രൂപ അല്ലെങ്കിൽ 20 രൂപ. ഇതേ സാധനം തന്നെ സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ 200 രൂപയും കൊടുത്ത് വാങ്ങിക്കുന്ന ഭാര്യമാരാണ് നമ്മുടെ രാജ്യത്ത്. ഈ പാവപ്പെട്ട പരിസ്ഥിതികളിൽ അവർ ഒരു പായസം വിൽക്കാൻ പോലും ജനാധിപത്യത്തിന് അവകാശമില്ലാതെ നീതി നിഷേധിക്കുന്ന ഇവർക്കെതിരെ ജനങ്ങൾ സംഘടിച്ച് ഇവരോട് പറയണം. അയാൾ ആ പാവപ്പെട്ടവൻ അവിടെ കച്ചവടം ചെയ്തോട് നിങ്ങൾക്ക് എന്താ സുഹൃത്തെ എന്ന് ചോദിക്കാൻ ആർജവം മലയാളിക്ക് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇവരെല്ലാം ബുൾഡോസ് രാജ് നിരോധിച്ച രാജ്യമാണ്. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 13-ാം തീയതി വായിക്കണം പത്രത്തിലെ നീതി. ഇത് UP അല്ല സുഹൃത്തെ, ഇത് UP അല്ല, ബുൾഡോസ് രാജല്ല, ഇത് കേരളമാണ്, അത് തൃശ്ശൂരാണ്. തൃശ്ശൂരിലെ സംസ്കാര പ്രവർത്തകർ വീടും നാടും ഉപേക്ഷിച്ച് പകലിന്റെ ആഹാരത്തിന് ഇവിടെ ആയിരങ്ങൾ ആടി നിരത്താൻ ഞങ്ങൾക്ക് കഴിയാതല്ല. ഞങ്ങൾ ഇന്നലെ മാത്രമാണ് ദാസോട്ടെ ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങളിവിടെ ഈ പ്രദീപിന്റെ നീതിക്ക് വേണ്ടി അവരുടെ സ്ഥലത്ത് അവർക്ക് കച്ചവടം ചെയ്യാൻ, അവർക്ക് ജീവിക്കാൻ ഇവരിവിടെ വീട് പണിതവരെന്ത് ചെയ്യും? ഇവര് നോക്കിലേക്ക് ഇവരിവിടെ വീട് പണിയാണ്. ഒരു കുടില് എന്ത് ചെയ്യും? അവര് എന്ത് ചെയ്യും? ഇത് ജനാധിപത്യ ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. അവരെ ജീവിക്കാനുള്ള അവകാശമുണ്ട് സുഹൃത്തെ. ആ സുഹൃത്തെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങള് ഇവരുടെ അനുകമ്പോടുകൂടി സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുമെന്ന ഗതാഗത വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന പിൻവലിക്കണമെന്ന് കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു.
ബസ് അപകടമുണ്ടായാൽ ഉടമകളെയും ജീവനക്കാരെയും പ്രതി ചേർക്കുകയും എന്ന പ്രസ്താവനയെ ശക്തമായി അപലപിക്കുന്നതായി നേതാക്കൾ പറഞ്ഞു. അല്ലാത്തപക്ഷം സംസ്ഥാനത്തെ മുഴുവൻ ബസ് സർവീസുകളും നിർത്തിവെക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. വാർത്താസമ്മേളനത്തിൽ ജോൺസൺ പടമാടൻ, മുജീബ് റഹ്മാൻ, സുരേഷ് കുമാർ, PJ റെജി, കൃഷ്ണകിഷോർ എന്നിവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി പാർലിക്കാട് 23ാമത് പരമതത്വ സമീക്ഷാ സത്രത്തിന് സമാരംഭം. വെങ്ങണിശ്ശേരി നാരായണ ശ്രമ തപോവനവും പാർലിക്കാട് ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാനും സംയുക്തമായാണ് 23ാമത് പരമതത്വ സമീക്ഷാ സത്രമെന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട ശ്രീമദ് ഭാഗവത തത്വ സമീക്ഷാ സത്രത്തിന് പ്രസിഡന്റും നവോത്ഥാന മാനേജിംഗ് ട്രസ്റ്റിയുമായ സ്വാമി ഭൂമാനന്ദ തീർത്ഥയും സമാരംഭ സഭ ഉദ്ഘാടനം നിർവഹിച്ചു. രാമകൃഷ്ണ മിഷൻ പത്തനംതിട്ട മഠാധിപതി സ്വാമി ആപ്തലോകാനന്ദയും ഭദ്രദീപം തെളിയിച്ചു. ഉദ്ഘാടന പ്രഭാഷണത്തിൽ സ്വാമി ആപ്തലോകാനന്ദ ഭക്തിയിൽ കൂടി ഭഗവത് അനുഭവം സാധ്യമാക്കാൻ ഭാഗവതത്തിനുള്ള വിശേഷപ്പെട്ട സാമർത്ഥ്യത്തെ എടുത്തു പറഞ്ഞു. ഡോക്ടർ അരവിന്ദ് വാര്യരുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച യോഗത്തിൽ സന്നിഹിതരായവരെ സ്വാഗതം ചെയ്ത് സത്രസമിതി സെക്രട്ടറി സ്വാമി നിഗമാനന്ദ തീർത്ഥപാദർ സംസാരിച്ചു. ബിജു ഗോപാലകൃഷ്ണൻ, ആയിടം കേശവൻ നമ്പൂതിരി എന്നിവർ വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു. സ്വാമി നിഗമാനന്ദ തീർത്ഥപാദരുടെ നേതൃത്വത്തിൽ ഭജനയും നാമസങ്കീർത്തന പരിക്രമവും ഉണ്ടായി. ഭക്തജനങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറിയിരുന്നു. അതേ രൂപത്തിൽ അത് മനസ്സിലാക്കണം. ഇപ്പൊ നമ്മൾ 22 കൊല്ലമായി ഇവിടെ ഈ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം ഒരു ജ്ഞാന മഹോത്സവമായി നടത്തിയൊരു വാർഷികമാണ്. ഇതിന് ഒരു പക്ഷേ ചിലരുണ്ടാവും ആദ്യത്തെ വർഷം ഒന്ന് പിന്നെ വരെ വരുന്നവർ അപൂർവം ചിലരുണ്ടാവാം, അല്ലെങ്കിൽ പുറമേ അത് കഴിഞ്ഞതിന് ശേഷം വന്നവരാവും. നിങ്ങളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണത്? ഈ ശ്രീമദ് ഭാഗവതത്തിൽ എന്താണ് പറയുന്നത്, എന്താണ് നമുക്ക് ഗ്രഹിക്കാനുള്ളത്, നമ്മുടെ ജീവിതത്തെ തൊട്ടും സ്പർശിച്ചു നിൽക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഉള്ളത്, അങ്ങനെയുള്ളതാണ് തത്വമൂല്യം സിദ്ധാന്തം എന്ന് പറയുന്നത്. മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള തത്വങ്ങൾ, മൂല്യങ്ങൾ, സിദ്ധാന്തങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ മനസ്സിൻ്റെ വികാരങ്ങളും ഭാവങ്ങളും എല്ലാം പെട്ടു, ബുദ്ധിയുടെ ആലോചനയും വിചാരശക്തിയും എല്ലാം ഉൾപ്പെട്ടു. അത് വിട്ടുപിന്നെ ഒന്നുമില്ല. ആ തത്വങ്ങളുടെ സിദ്ധാന്തങ്ങൾ ഗ്രഹിക്കണം എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം ആദ്യമായി വന്നത്. എന്നാൽ നമ്മുടെ പ്രൊഫസർ വൈദ്യകി ശർമ്മ പറയുകയായി എന്നോട്, സ്വാമിജി ഉദ്ദേശിക്കുന്നവരെ പറയാനുള്ള ആൾക്കാരെ കിട്ടാൻ വിഷമമാണ്, പക്ഷെ എല്ലാവരും ഞാനും പരിശ്രമിക്കാമെന്ന് പറഞ്ഞു. അന്ന് തന്നെ എന്റെ മനസ്സിലായിരുന്നു. ഡോക്ടർ BR അംബേദ്കറെ അവഹേളിച്ച കേന്ദ്രമന്ത്രി അമിത്ഷായുടെ നടപടി രാജ്യത്തിന് അപമാനമെന്ന മുദ്രാവാക്യം ഉയർത്തി DYFI പ്രതിഷേധം സംസ്ഥാന ട്രഷറർ SR അരുൺ ബാബു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി CS സംഗീത് അധ്യക്ഷനായി. കേന്ദ്ര കമ്മിറ്റി അംഗം ഗ്രീഷ്മ അജയ് ഘോഷ് അഭിവാദ്യം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് എറിൻ ആന്റണി നന്ദി അറിയിച്ചു. സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PD നെൽസൺ, സതീഷ് എന്നിവർ സംസാരിച്ചു. തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ വാദ്യകല ക്ഷേത്രയുടെ പഞ്ചാരിമേളം അരങ്ങേറ്റം നടത്തി. സദനം കൃഷ്ണപ്രസാദിന്റെ ശിക്ഷണത്തിൽ 14 കുട്ടികളാണ് പഞ്ചാരിമേളം അഭ്യസിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലാണ് അരങ്ങേറ്റ ചടങ്ങ് നടന്നത്. പഞ്ചാരിമേളത്തിൽ കുട്ടിക്കുരുന്നുകൾ താളവിസ്മയം തീർത്തപ്പോൾ കാഴ്ചക്കാരിലും ആവേശമായി.
മൊയ്തു പടിയത്തിന്റെ സ്മരണയ്ക്കായി ഫെസ്റ്റിവൽ സംഘാടക സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ ഡിസംബർ 27-ന് അഴീക്കോട് മുനക്കൽ ബീച്ചിൽ വെച്ച് വിതരണം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നടി ഷീലയ്ക്ക് നൽകും. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. നാടകം, സിനിമ സമഗ്ര സംഭാവനയ്ക്ക് നടി നിലമ്പൂർ ആയിഷയ്ക്ക് 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും സമ്മാനിക്കും. നാടക പ്രവർത്തകൻ CL ജോസിന് 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും നൽകും. വാർത്താ സമ്മേളനത്തിൽ ET ടൈസൺ MLA, MS മോഹനൻ, സജാദ്, നസീർ, PK അസീം എന്നിവർ പങ്കെടുത്തു. ഇടവേള. സജി ഫാബ്രിക്സ് മൂർക്കനിക്കര വാർഷിക സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ഡിസംബർ 1 മുതൽ 25 വരെ. തിരഞ്ഞെടുത്ത പ്രത്യേക ഡിസ്കൗണ്ട് ഐറ്റംസ്: ലേഡീസ് കുർത്തികൾ, ജെൻസ് ഷർട്ടുകൾ, കിഡ്സ് വെയർ, സാരികൾ, ടീനേജ് ടോപ്പുകൾ എന്നിവയുടെ മികച്ച സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ. യഥാർത്ഥ ലാഭം നേരിട്ടറിയാൻ ഉടൻ സന്ദർശിക്കൂ സജി ഫാബ്രിക്സ് മൂർക്കനിക്കര. ഫോൺ 7306743585. ഈ ഓഫർ ഡിസംബർ 25 വരെ മാത്രം. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. SVS ഗോൾഡ്, നാദം റോഡ്, ഇളംതുരുത്തി. നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ SVS ഗോൾഡിൽ ഹോൾസെയിൽ വിലയേക്കാളും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സ്വർണം, വെള്ളി ആഭരണങ്ങൾ സാധാരണക്കാർക്കായി ഡിസ്കൗണ്ടും ഓഫറും. അപ്പോ എങ്ങനെയാ SVS ഗോൾഡിലേക്ക് പോവല്ലേ? SVS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. SVS ഗോൾഡ് ജുവലേഴ്സ്, നാദം വഴി, ഇളംതുരുത്തി. ഫോൺ 9746196434. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. വാർത്തകൾ തുടരുന്നു. അംബേദ്കറെ അപമാനിച്ച അമിത്ഷാ രാജിവെച്ച് മാപ്പ് പറയുക, രാഹുൽ ഗാന്ധിക്കെതിരെ എടുത്ത കള്ളക്കേസുകൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൃശൂർ നിയോജക മണ്ഡലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. DCCയിൽ നിന്ന് തുടങ്ങിയ പ്രകടനം കോർപ്പറേഷന് മുൻപിൽ സമാപിച്ചു. മുൻ മേയറും DCC വൈസ് പ്രസിഡന്റുമായ IP പോൾ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് ചാലിശ്ശേരി അധ്യക്ഷനായി. KPCC മെമ്പർ CA സെബാസ്റ്റ്യൻ, P ശിവശങ്കരൻ, MS ശിവരാമകൃഷ്ണൻ, KP രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പത്മശ്രീ PK നാരായണൻ നമ്പ്യാർ ആശാന്റെ 1ാം ചരമവാർഷികം ഡിസംബർ 24-25 തീയതികളിൽ മാധവനാട്യ ഭൂമിയിൽ വാദ്യോത്സവമായി നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. 24-ന് വാദ്യകലാകാരന്മാർ ചേർന്ന് ഭദ്രദീപം കൊളുത്തുന്നതോടെ പരിപാടികൾ ആരംഭിക്കും. തുടർന്ന് വിവിധ വാദ്യകലാപ്രകടനങ്ങൾ അരങ്ങേറും. ഉച്ചയ്ക്ക് 2 മണിക്ക് സംവാദത്തിൽ അമ്മന്നൂർ മാധവ ചാക്യാർ മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് വിവിധ കലാപരിപാടികൾ ഉണ്ടാകും. 25-ന് കലാമണ്ഡലം കലാകാരന്മാർ ഭദ്രദീപം തെളിയിക്കുന്നതോടെ വിവിധ കലാപ്രകടനങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ 10 വർഷത്തെ വടക്കാഞ്ചേരി നഗരസഭയുടെ വികസന മുരടിപ്പിനും അഴിമതി നിറഞ്ഞ ഇടത് ദുർഭരണത്തിനുമെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ അധ്യക്ഷനായി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. K അജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജിജോ കുര്യൻ, PJ രാജു, PN വൈശാഖ്, CH ഹരീഷ്, SAA ആസാദ്, KT ജോയ്, സന്ധ്യ കൊടക്കാടത്ത്, ബ്ലോക്ക് ഭാരവാഹികൾ, മണ്ഡലം ബൂത്ത് വാർഡ് ഭാരവാഹികൾ, പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. കഴിഞ്ഞ 9 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിശിഷ്യ CPM നേതൃത്വം കൊടുക്കുന്ന വടക്കാഞ്ചേരി മുനിസിപ്പൽ കൗൺസിൽ കഴിഞ്ഞ 9 വർഷക്കാലമായി രാജ്യത്ത് നടപ്പിലാക്കുന്ന
ജനദ്രോഹ നടപടികൾക്കെതിരെ സമീപ പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കൗൺസിലുകളിലെ ഭരണസമിതികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കപ്പുറത്ത് അവരുടെ തെറ്റ് പൊതുജനമധ്യത്തെ തുറന്നു കാണിക്കുന്ന ഒരു പ്രതിപക്ഷമായിരുന്നു ശ്രീമാൻ കെ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു നിരന്തരമായ സമരം, നിരന്തരമായി ജനദ്രോഹ നടപടികൾ ഈ മുനിസിപ്പാലിറ്റി എപ്പോഴൊക്കെ സ്വീകരിക്കുന്നുവോ അതിലൊക്കെ ഒരു കോംപ്രമൈസും ഇല്ലാതെ തെറ്റിനെ തെറ്റായി ശരിയുടെ ശരിയോരമാകും നിൽക്കുകയും നിലപാട് ഉറപ്പിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയെയും ഇന്ത്യൻ നാഷണൽ കൗൺസിലർമാരെ ഒന്നിച്ചുകൊണ്ട് നിർത്തിക്കൊണ്ട് ഈ രാജ്യത്തെ ജനഹിതമായ പ്രവർത്തനങ്ങൾക്ക് മുനിസിപ്പാലിറ്റി തെറ്റുതിരുത്താൻ വേണ്ടി നിരന്തരമായ സമര പോരാട്ടങ്ങളുടെ അവസാന ഘട്ടം എന്ന നിലക്കാണ് ഇന്ന് നിയമസഭ മുനിസിപ്പൽ മാർച്ചിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഉണ്ണിയേശുവിന്റെ ജന്മദിനം ആഘോഷിക്കാൻ കുട്ടിക്കുരുന്നുകളുടെ അടുത്തെത്തി മാന്നാമംഗലം സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ. സ്കൂളിലെ KCSL യൂണിറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും PTA അംഗങ്ങളും ചേർന്ന് സ്കൂളിന് സമീപത്തെ 7-8 വാർഡുകളിലെ അങ്കണവാടികൾ സന്ദർശിച്ച് കളിപ്പാട്ടങ്ങൾ നൽകി കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, പഞ്ചായത്ത് അംഗം അരോഷ് TA, MPTA പ്രസിഡന്റ് ജൂലി മനോജ്, സുനിൽ നെല്ലായിൽ, പ്രധാന അധ്യാപിക ബേബി TJ എന്നിവർ സന്നിഹിതരായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലെ എല്ലാവർക്കും വീടും ഭൂമിയും ഉറപ്പാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പുനർസജ്ജീകരിച്ച ശക്തൻ തമ്പുരാൻ കൊട്ടാരം പുരാവസ്തു മ്യൂസിയം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. CPM ഒല്ലൂർ ഏരിയ സമ്മേളനത്തിന് മരോട്ടിച്ചാലിൽ തുടക്കമായി. വടക്കാഞ്ചേരി പാർലിക്കാട് 23ാമത് പരമതത്വ സമീക്ഷാ സത്രത്തിന് തുടക്കമായി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ.